വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ മറ്റൊരു വീഡിയോ കാണിച്ചു തരാം. Intuitions are not to be ignored, John. They represent data processed too fast for the conscious mind to comprehend. BBC പുറത്തിറക്കിയ ഷെർലക് ഹോംസ് എന്ന് പറയുന്ന വെബ് സീരീസിലെ ഷെർലക് ഹോംസ് വാട്സണോട് പറയുന്നൊരു ഡയലോഗാണിത്. ചില ഡിസിഷൻസ് എടുക്കുന്നതിന് മുന്നേ നമുക്കുണ്ടാകുന്ന ആ ഒരു തോന്നൽ, നമ്മൾ ഗട്ട് ഫീലിംഗ് എന്ന് വിളിക്കുന്ന നമ്മുടെ ഇൻറ്റ്യൂഷനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു എക്സ്പ്ലെയിൻ സിംപ്ലി. ഗാരി ക്ലെയിൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് അദ്ദേഹത്തിൻ്റെ സോഴ്സസ് ഓഫ് പവർ എന്ന് പറയുന്ന പുസ്തകത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫയർഫോഴ്സിലെ ഒരു ക്യാപ്റ്റനും ഇദ്ദേഹത്തിൻ്റെ ടീമും കൂടെ ഒരു തീപിടുത്തം നടന്ന് വീട്ടിലേക്ക് എത്തുന്നു. ഈ വീടിൻ്റെ അടുക്കളയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇവർ ഹോളിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് ഇയാൾക്കൊരു ഫീലിംഗ് ഉണ്ടാവുന്ന എന്തോ ഒരു മോശം കാര്യം നടക്കാൻ പോകുന്നു. ഇദ്ദേഹം കൂടെ വന്നിരിക്കുന്ന ടീമിനോട് പെട്ടെന്ന് തന്നെ പുറത്തോട്ട് ഇറങ്ങാൻ പറയുന്നു. ഇവരെല്ലാവരും ഓടി പുറത്തിറങ്ങിയതും വിത്തിൻ സെക്കൻഡ്സ് അവിടെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാകുന്നു. ഇദ്ദേഹം വിചാരിച്ചിരുന്നത് ഇദ്ദേഹത്തിന് ഒരു സിക്സ്ത് സെൻസ് ഉണ്ടായെന്നാണ്. ഗാരി ക്ലെയിൻ ഈ ക്യാപ്റ്റനോട് ആ സമയത്ത് ഫീൽ ചെയ്ത കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഇദ്ദേഹം 3 കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യത്തേത്, വാട്ടറിനോട് ഫയർ റിയാക്ട് ചെയ്യുന്നില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, ആ തീയുടെ വലുപ്പം വെച്ചിട്ട് ആ തീ ഉണ്ടാക്കുന്ന സൗണ്ട് വളരെ കുറവായിരുന്നു. മൂന്നാമത്തെ കാര്യം, റൂം ഭയങ്കര ഹോട്ടായിരുന്നെങ്കിലും ഹീറ്റ് അവരുടെ ഫേസിലല്ല ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്, അവരുടെ ചെവിയുടെ ബാക്കിലാണെന്നുള്ളതാണ്. ഇതിൽ നിന്നാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് അദ്ദേഹത്തിനുണ്ടായ ഒരു സിക്സ് സെൻസ് അല്ല, അദ്ദേഹത്തിനുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഇൻറ്റ്യൂഷൻ കാരണമാണ് അദ്ദേഹത്തിന് ആ സമയത്ത് അങ്ങനെ പറയാൻ തോന്നിയതെന്ന്. ഇൻറ്റ്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മോട്ടിവേഷൻ്റെ വീഡിയോയിൽ പറഞ്ഞ 2 കാര്യങ്ങൾ ഇവിടെ റെഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യത്തേത് ഡാനിയൽ കാൻമാൻ്റെ 2 സിസ്റ്റം തിയറി, രണ്ടാമത്തത് റിവാർഡ് പ്രൊഡിക്ഷൻ എറർ. വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ മേലെ കൊടുക്കുന്നുണ്ട്. എന്നാലും ഒന്നും കൂടെ പറയാം. നോബൽ പ്രൈസ് വിന്നർ ആയിട്ടുള്ള ഡാനിയൽ കാൻമാൻ പറയുന്നത് നമ്മുടെ മൈൻഡിന് 2 സിസ്റ്റംസ് ഉണ്ടെന്നാണ്. സിസ്റ്റം 2 നമ്മൾ എഫേർട്ട് കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് ഭയങ്കര സ്ലോ ആണ്, ഡെലിബറേറ്റ് ആണ്. നമ്മളൊരു പുതിയ കാര്യം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു കോംപ്ലക്സ് ആയിട്ടുള്ള മാത്ത് പ്രോബ്ലം ചെയ്യുമ്പോഴോ സിസ്റ്റം 2 ആണ് എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നത്. പക്ഷേ സിസ്റ്റം 1 എന്ന് പറയുന്നത് ലൈറ്റ്നിങ് ഫാസ്റ്റ് നടക്കുന്ന, ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന, വളരെ എനർജി എഫിഷ്യൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു സിസ്റ്റമാണ്. നമ്മുടെ ഇൻറ്റ്യൂഷൻ കിടക്കുന്നത് ഈ സിസ്റ്റം 1 നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഈ ഇൻറ്റ്യൂഷൻസ് ബ്രെയിൻ നമ്മുടെ ബോഡിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സൊമാറ്റിക് മാർക്ക് ഹൈപ്പോത്തസിസ് വെച്ചിട്ടാണ്. നമ്മുടെ ബ്രെയിനിൽ വെൻട്രോമീഡിയൽ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. നമ്മളൊരു ഡിസിഷൻ ഫേസ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗം നമ്മുടെ ബോഡിയിലേക്ക് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചെസ്റ്റിലൊരു ടൈറ്റ്നസ് ഫീൽ ചെയ്യുന്നത്, നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുന്നത്, നമ്മുടെ കൈവെള്ളയിൽ വേർക്കുന്നത്, ഇതൊക്കെ സൊമാറ്റിക് മാർക്കേഴ്സ് ആണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫേമസ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻറ്റ് പറയാം. അയോവ ഗാംബ്ലിംഗ് ടാസ്ക് എന്നാണ് ഈ എക്സ്പെരിമെൻറ്റിൻ്റെ പേര്. ഈ എക്സ്പെരിമെൻറ്റിനകത്ത് 4 ഡെക്ക് ഓഫ് കാർഡ്സ് ഉണ്ട്. ഈ കാർഡ്സിനകത്ത് ഓരോ കാർഡ് എടുക്കുന്ന സമയത്തും നിങ്ങൾക്ക് പൈസ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ നഷ്ടപ്പെടും. പാർട്ടിസിപ്പൻസ് ചെയ്യേണ്ടത് ഈ ഓരോ ഡെക്കിൽ നിന്നും കാർഡ്സ് എടുത്തുകൊണ്ടിരിക്കണം. ഫൈനലി ഇവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ പാർട്ടിസിപ്പൻസിനോട് പറയാത്ത കാര്യം എന്ന് പറയുന്നത്, 1ാമത്തെയും 2ാമത്തെയും ഡെക്കിൽ കൂടുതൽ റിവാർഡ്സ് കിട്ടും, പക്ഷേ അതിനേക്കാൾ വലിയ ലോസ് കാരണം ലോങ് ടൈമിൽ അവർക്ക് നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ 3ാമത്തെയും 4ാമത്തെയും ഡെക്കിൽ ചെറിയ പ്രോഫിറ്റ് ആണുള്ളത്, അതേസമയം അതിലും ചെറിയ ലോസുമാണ് ഉണ്ടാകുന്നത്. ഇത് കാരണം ലോങ് ടൈമിൽ ഈ പാർട്ടിസിപ്പൻസ് പ്രോഫിറ്റിലാണ് ആവാൻ പോകുന്നത്. യൂഷ്വലി ഒരു 50ാമത്തെ കാർഡൊക്കെ ഡ്രോ ചെയ്യുന്ന സമയത്താണ് പാർട്ടിസിപ്പൻസിന് ഈ ഡെക്സിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാവുന്നത്. പക്ഷേ ഈ പാർട്ടിസിപ്പൻ്റെ വിരലുകളിൽ ഇലക്ട്രോഡ്സ് കണക്ട് ചെയ്തിട്ട് ഈ എക്സ്പെരിമെൻറ്റിൽ ഇവരുടെ സ്കിൻ കണ്ടക്ടൻസ് മെഷർ ചെയ്യുന്നു. അതായത് ഇവരുടെ സ്വെറ്റിംഗ് പാറ്റേൺസും ഹാർട്ട് റേറ്റ് ഒക്കെ മെഷർ ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റിയത്, ഒരു 10ാമത്തെ കാർഡൊക്കെ ഡ്രോ ചെയ്യുന്ന സമയത്തേക്കും ഈ പാർട്ടിസിപ്പൻ്റെ കൈ ഈ 1ാമത്തെയും 2ാമത്തെയും ഡെക്കിൻ്റെ മേലെ എത്തുമ്പോഴേക്കും ബോഡിയിലേക്ക് സിഗ്നൽസ് വരുന്നതായിട്ട് മെഷർ ചെയ്യാൻ പറ്റി. ഇതേ സമയം നമ്മൾ നേരത്തെ പറഞ്ഞ വെൻട്രോമീഡിയൽ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ഡാമേജ്ഡ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസിന് വീണ്ടും അതേ റിപ്പീറ്റഡ്ലി 1ാമത്തെയും 2ാമത്തെയും ഡെക്കിൽ നിന്ന് കാർഡ് എടുക്കുന്നതായിട്ട് കാണാൻ പറ്റി. ഓക്കെ, നമ്മൾ എന്താണ് ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാണ് മൈൻഡിൽ ഇൻറ്റ്യൂഷൻ ഉണ്ടാവുന്നതെന്ന് അറിയണം. ഇതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ റിവാർഡ് പ്രൊഡിക്ഷൻ എറർ എന്ന് പറയുന്ന പോയിന്റിനെ റെഫർ ചെയ്യണം. അതായത് നമ്മൾ ഇൻറ്റ്യൂഷൻ്റെ പുറത്തൊരു ഡിസിഷൻ എടുത്തിട്ട് അതിന് നല്ലൊരു റിസൾട്ട് വരികയാണെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് പ്രൊഡിക്ഷൻ എറർ വരുന്നുണ്ട്. അത് കാരണം ഒരു ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ടാകുന്നുണ്ട്. അതേസമയം നമ്മൾ ഇൻറ്റ്യൂഷൻ്റെ പുറത്തൊരു ഡിസിഷൻ എടുത്തിട്ട് അതിനൊരു മോശം റിസൾട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് പ്രൊഡിക്ഷൻ എറർ വരുന്നുണ്ട്. അവിടെ ഡോപ്പമിൻ ക്രാഷ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൈൻഡിൽ ഓരോ ഡോപ്പമിൻ സ്പൈക്കിൻ്റെയും ഡോപ്പമിൻ ക്രാഷിൻ്റെയും ഒരു ലൈബ്രറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ലൈബ്രറിയിൽ നിന്നാണ് അടുത്ത പ്രാവശ്യം ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ഇൻറ്റ്യൂഷൻ ഡ്രോ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഈ സബ് കോൺഷ്യസ് ലൈബ്രറിനെ ഡിപ്പെൻഡ് ചെയ്യിക്കുന്ന സാധനമാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇൻറ്റ്യൂഷൻ എത്ര നല്ലതാണെന്നുള്ളത് നമ്മുടെ ഈ ലൈബ്രറി എത്ര നല്ലതാണെന്നനുസരിക്കും, നമ്മുടെ ലൈബ്രറിയുടെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും നമ്മുടെ ഇൻറ്റ്യൂഷൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ചെസ് കളിയുടെ കാര്യം എടുക്കാം. ഒരു ബിഗിനർക്ക് ബോർഡിലോട്ട് പോകുന്ന സമയത്ത് ഓരോ മൂവിനും കോൺഷ്യസ്ലി തിങ്ക് ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ അയാളുടെ സിസ്റ്റം 2 ആണ് എൻഗേജ് ആയിരിക്കുന്നത്. പക്ഷേ ചെസ്സിലൊരു ഗ്രാൻഡ് മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് ഓരോ മൂവും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവരെ പ്രോസസ്സ് ചെയ്യുന്ന ചങ്കിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ്. ഇവർക്ക് ഒരുപാട് ബോർഡിലെ പാറ്റേൺസ്
മെമ്മറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു ബോർഡിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ നോക്കുന്ന സമയത്തേക്ക് ഇതിലെ വീക്ക് പോയിന്റ്സ് ഏതാണ്, ഇതിൻ്റെ സ്ട്രോങ് പോയിന്റ്സ് ഏതാണെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവർക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത് ചെസ് എന്ന് പറയുന്ന ഒരു ഹൈ വാലിഡിറ്റി എൻവയറമെൻറ്റിലായത് കാരണമാണ്. അതായത് അവിടുത്തെ റൂൾസ് എല്ലാം ഫിക്സ്ഡ് ആണ്. അവിടുത്തെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആണ്. ഒരു മോശം മൂവ് നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഫീഡ്ബാക്ക് അപ്പം തന്നെ കിട്ടുന്നുണ്ട്. അതായത് അവിടുത്തെ ഡാറ്റ ക്ലീൻ ആണെന്ന് നമുക്ക് പറയാം. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ഒരു ലോ വാലിഡിറ്റി എൻവയൺമെൻറ്റ്. ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക് മാർക്കറ്റോ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ഫോർകാസ്റ്റിംഗ് ഒക്കെ ലോ വാലിഡിറ്റി എൻവയൺമെൻറ്റ്സ് ആണ്. ഇവിടുത്തെ റൂൾസ് എന്ന് പറയുന്നത് പലപ്പോഴും ഫിക്സ്ഡ് അല്ല. ഇവിടുത്തെ ഫീഡ്ബാക്ക് പലപ്പോഴും ഡിലേഡ് ആയിരിക്കും. ഇതിനൊക്കെ ഉപരി ഇതിനകത്ത് ഒരുപാട് ഹിഡൻ വേരിയബിൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇൻറ്റ്യൂഷന് പുറത്ത് കിടക്കുന്ന ഒരു ഡിസിഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അതേ സമയത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ എടുക്കുന്ന ആ സമയത്ത് എടുക്കുന്ന ഒരു ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത്തരം ലോ വാലിഡിറ്റി എൻവയൺമെൻറ്റ്സിൽ ബ്രെയിൻ പാറ്റേൺസ് മാച്ച് ചെയ്യാൻ നോക്കും. പക്ഷേ ഇവിടുത്തെ ഡാറ്റ ഭയങ്കര നോയ്സി ആയത് കാരണം ബ്രെയിൻ അങ്ങനെ പാറ്റേൺസ് ഒന്നും കിട്ടാതാവുകയും അതുവഴി ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് ഒരു വൈൽഡ് ഗസ്സിനെ ഒരു ഇൻറ്റ്യൂഷൻ തോന്നുന്ന രീതിയിൽ നമ്മുടെ മുന്നിൽ കൊണ്ട് നിർത്തി തരികയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ബയസ് എന്ന് വിളിക്കുന്നത്. പലതരത്തിലുള്ള കോഗ്നിറ്റീവ് ബയസുകളുണ്ട്. അതിൽ ഫോർ എക്സാമ്പിൾ കൺഫർമേഷൻ ബയസ് പറയുകയാണെങ്കിൽ നമുക്ക് മുമ്പ് പരിചയമുള്ള ഒരാളെയോ ഒരു സംഭവത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ നമ്മൾ പുതുതായിട്ട് കാണുന്ന ഒരാളെയോ സംഭവത്തിനെയോ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ എൻ്റെ പഴയ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വിജയലക്ഷ്മി ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഈ പുള്ളിക്കാരി ഫ്രീക്വൻ്റ് ആയിട്ട് ലീവ് എടുത്തുകൊണ്ടിരുന്ന അധികം എഫക്റ്റീവ് അല്ലാത്തൊരു എഫിഷ്യൻ്റ് അല്ലാത്തൊരു എംപ്ലോയി ആയിരുന്നു. ഈ പുള്ളിക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ഇവരുടെ സീനിയേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇവർ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞിട്ട് അതേ സീറ്റിലേക്ക് വരുന്നത് വിജയരാജ് എന്ന് പേരുള്ള ഒരാളാണ്. ഇദ്ദേഹം ജോയിൻ ചെയ്ത് പിറ്റേ ദിവസം തൊട്ട് ഇദ്ദേഹത്തിന് റൈറ്റ്ഫുള്ളി എടുക്കാൻ പറ്റുന്ന ഒരാഴ്ചയിലെ ജോയിനിങ് ടൈം എന്ന് പറയുന്ന ലീവ് എടുക്കുന്നു. ഈ സമയത്ത് അസിസ്റ്റന്റ് മാനേജർ നമ്മളോട് വന്നിട്ട് പറയുന്നത് വിജയ് എന്ന് പേരുള്ള എല്ലാവരും ഇങ്ങനെയാണോ എന്നാണ്. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മുടെ അസിസ്റ്റന്റ് മാനേജറോട് ചോദിച്ച സമയത്ത് ഈ പുതിയ വന്ന ആൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ആ സീറ്റിൽ അദ്ദേഹം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ പുതിയ വന്ന ആളെന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കൺഫർമേഷൻ ബയസുകൾ നമ്മുടെ ഇൻറ്റ്യൂഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്ന ഒരു ബയസ് ഉണ്ട്. അതായത് നമ്മുടെ മൈൻഡിന് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് വെച്ചിട്ട് ഒരു ഇവൻറ്റിനെയോ ഒരാളെയോ ജഡ്ജ് ചെയ്യുന്നതിനെയാണ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്ലൈറ്റ് ക്രാഷിനെ പറ്റിയുള്ള വീഡിയോസും ന്യൂസും കണ്ടിന്യൂസ് ആയിട്ട് മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരും നമ്മളോട് ചോദിക്കുകയാണ് ട്രാവൽ ബൈ കാറാണോ ട്രാവൽ ബൈ ഫ്ലൈറ്റ് ആണോ സേഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിന് പെട്ടെന്ന് തോന്നുന്ന ട്രാവൽ ബൈ കാറാണ് സേഫ് എന്നാണ്. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്കലി നമുക്കറിയാം ഫ്ലൈറ്റ് ആണ് വൺ ഓഫ് ദ സേഫസ്റ്റ് മോഡ് ഓഫ് ട്രാവൽ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള എക്സാമ്പിൾ വെച്ചിട്ട് ഒരു ഇൻസിഡൻറ്റിനെ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുന്നതിന്. ഇതുപോലെ നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ പോകുകയാണെങ്കിൽ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന അതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ഒപ്റ്റിമിസം ബയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ബയസുകൾ നമ്മുടെ ഇൻറ്റ്യൂഷനെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻറ്റ്യൂഷനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ നമ്മുടെ ഇൻറ്റ്യൂഷനെ ബെറ്റർ ആക്കാൻ വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? 2 ടൈപ്പിലുള്ള ഇൻറ്റ്യൂഷൻസ് ആണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. ആദ്യത്തേത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കേണ്ട ഇൻറ്റ്യൂഷൻസും, രണ്ടാമത്തേത് ഇൻറ്റ്യൂഷൻ വന്നു കഴിഞ്ഞ് ഡിസിഷൻ എടുക്കാൻ ടൈമുള്ള ടൈപ്പ് ഇൻറ്റ്യൂഷൻസും. അപ്പോൾ ഇൻസ്റ്റൻ്റ്ലി ഡിസിഷൻ എടുക്കേണ്ട ഇൻറ്റ്യൂഷൻസ് നമുക്ക് ആ സമയത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമുക്ക് ആകെ ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ എവിടെ നിന്നാണോ മൈൻഡ് ഡാറ്റ ഡ്രോ ചെയ്യുന്നത്, അതായത് നമ്മുടെ സബ് കോൺഷ്യസ് ലൈബ്രറി നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം, അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇൻറ്റ്യൂഷനാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഇൻറ്റ്യൂഷൻ വന്ന് നമുക്ക് ഡിസിഷൻ എടുക്കാൻ ടൈം ഉണ്ടെങ്കിൽ നമ്മൾ കോൺഷ്യസ്ലി ഇരുന്നിട്ട് നമ്മുടെ ഇൻറ്റ്യൂഷൻ എത്രത്തോളം നല്ലതാണെന്നുള്ളത് അനലൈസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒപ്റ്റിമിസം ബയസിൻ്റെ കേസിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കുകയാണ്, ഞാൻ ഇന്ന് ജോലി രാജിവെച്ചിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നതാണ്. ഇതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രീ മോർട്ടം എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സാണ്. പോസ്റ്റ് മോർട്ടം എന്താണെന്ന് നമുക്കറിയാം. പ്രീ മോർട്ടം എന്ന് പറയുന്നത് ഞാൻ ഇന്ന് ജോലി രാജിവെക്കുന്നു, നാളെ ഒരു ബിസിനസ് തുടങ്ങുന്നു, അടുത്ത 1 കൊല്ലം കഴിയുന്ന സമയത്ത് എൻ്റെ ബിസിനസ് ഫെയിലായെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഈ ബിസിനസ് ഫെയിൽ ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതി വെക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന വഴി നമ്മുടെ ബിസിനസ്സിൽ പോസിറ്റീവായിട്ട് സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സക്സസ്ഫുൾ ആവാമെന്നുള്ള ആ ഒരു ഒപ്റ്റിമിസം ബയസിനാണ് നമ്മൾ ഒഴിവാക്കുന്നത്. അങ്ങനെ ഈ പോയിന്റ്സ് എഴുതി കഴിഞ്ഞ് നമ്മുടെ ബിസിനസ് ഫെയിൽ ആവാനുള്ള പോയിന്റ്സിന് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻറ്റ്യൂഷൻസ് ഈ ഫെയിൽ ആവാനുള്ള റീസൺസിനെ സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻറ്റ്യൂഷൻ കറക്റ്റ് ആണെന്ന് പറയാം. ഇത്തരത്തിൽ നമ്മുടെ ബയസുകൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഇൻറ്റ്യൂഷൻ്റെ ക്വാളിറ്റി കൂട്ടാൻ പറ്റും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയും മൈൻഡും കോംപ്രമൈസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഇൻറ്റ്യൂഷൻ്റെ ബേസിൽ ഡിസിഷൻ എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇൻറ്റ്യൂഷൻ തുടങ്ങി ഡിസിഷൻ എടുക്കാൻ ടൈമുള്ള അവസ്ഥകളിൽ നമ്മൾ നമ്മുടെ ഇൻറ്റ്യൂഷൻ റിയാലിറ്റിയിൽ ഗ്രൗണ്ടഡ് ആണോ എന്നുള്ള കാര്യം
ഉറപ്പുവരുത്തിയിട്ട് നമ്മുടെ സബ്കോൺഷ്യസ് ലൈബ്രറിയുടെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പം നമ്മൾ ആദ്യം കാണിച്ച വീഡിയോയിൽ പറഞ്ഞ കാര്യം, ഇൻറ്റ്യൂഷൻസ് ആർ നോട്ട് ടു ബി ഇഗ്നോർഡ്, ദേ ആർ ഡാറ്റ പ്രോസസ്ഡ് ബൈ ബ്രെയിൻ സോ ഫാസ്റ്റ് ഫോർ ദ കോൺഷ്യസ് മൈൻഡ് ടു കോംപ്രിഹെൻഡ്. ഇത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് ശരിയാവുന്നത് എപ്പോഴൊക്കെയാണ് തെറ്റാവുന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഈ വീഡിയോയിലും ചാനലും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. താങ്ക് യു.